പേര് സൗമിനി. ഞാൻ പാലക്കാട് നിന്ന് വരുന്നു. ഞാൻ ഓൺലൈനായി ഫോണിലൂടെയാണ് ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നത്. കൃപാസനത്തിലെ മാതാവിൻ്റെ ഓൺലൈൻ വഴിയുള്ള സാക്ഷ്യങ്ങളും അച്ഛൻ്റെ കുർബാനയും ധ്യാനവും കണ്ടാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഓൺലൈൻ വഴി ഉടമ്പടി എടുക്കാതെ തീർത്ഥാനോട് ഉടമ്പടി എടുക്കാമെന്ന് കരുതി ഞാൻ കൃപാസനത്തിലോട്ട് വന്ന് ഉടമ്പടി എടുത്തു. അന്ന് തൊട്ട് 90 ദിവസത്തിനുള്ളിൽ എനിക്ക് കിട്ടിയ അനുഗ്രഹത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ ഇവിടെ വന്നത്. എനിക്ക് 25 വർഷമായി നടക്കാത്ത ഒരു സ്ഥലത്തിൻ്റെ ഒരു വീട് വയ്ക്കാനായി സ്ഥലമില്ലായിരുന്നു. അപ്പോൾ എനിക്ക് സ്ഥലം വേണം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഞാൻ അമ്മ മാതാവിനെ കണ്ട് ഉടമ്പടി വെച്ചത്. അതെനിക്ക് സാധിച്ചു കിട്ടി. സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബത്തിലായിരുന്നു ഞാൻ. അതുകൊണ്ട് അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് സ്ഥലം വാങ്ങാനുള്ള കൃപ എനിക്ക് ലഭിച്ചു. പിന്നെ എനിക്ക് കിട്ടിയ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. അതിൽ ഒന്നായിട്ടാണ് പിന്നെ മോൻ്റെ ഒരു 7 വർഷമായിട്ട് സ്കിന്നിലുണ്ടായിരുന്ന ഒരു ചൊറിച്ചലും അലർജിയും ആയിട്ടായിരുന്നു. അത് എനിക്ക് ഉടമ്പടി തൈലം ഉപയോഗിച്ചാണ് അതിൻ്റെ ഇത് മാറിക്കിട്ടിയത്. പിന്നെ എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് വെച്ചാൽ മൈഗ്രെയിൻ്റെ തലവേദന 17 വർഷമായി ഞാൻ കൊണ്ടു നടന്നിരുന്ന ഒരു തലവേദനയാണ്. എനിക്ക് അമ്മ മാതാവിൻ്റെ കൃപയാൽ എനിക്ക് അതിൻ്റെ ഒരു തൈലവും ഉടമ്പടി ഉപ്പും തൈലവും ഉപയോഗിച്ചാണ് എനിക്ക് അതിലൂടെ ആശ്വാസം കിട്ടിയത്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. 25 വർഷമായിട്ട് എനിക്ക് സ്ഥലം വാങ്ങാൻ പറ്റാതിരുന്ന ഒരു സാഹചര്യത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടും ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. കുട്ടികളുടെ അച്ഛൻ മരിച്ച് കുറേ വർഷമായി, 17 വർഷമായി അച്ഛൻ മരിച്ചിട്ട്. അതിൻ്റെ ഇടയിൽ 3 കുട്ടികളെ വളർത്തിക്കൊണ്ടിരിക്കുന്നതായിരുന്നു എൻ്റെ ജീവിത സാഹചര്യം. സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ ലോണും കുറച്ച് പേര് എന്നെ സഹായിച്ചു. ലോണും എടുത്താണ് ഞാൻ 5 സെൻറ്റ് സ്ഥലം വാങ്ങാനും ഒരു വീട് വയ്ക്കാനായി 5 സെൻറ്റ് സ്ഥലം വാങ്ങാനിടയായത്. അതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിയതും കൃപാസനത്തിൽ വന്ന് ഉടമ്പടി വെച്ചതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് കിട്ടിയത്. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പത്രം എല്ലായിടത്തും ഞാൻ ഇവിടെ വന്ന മാസത്തിൽ വന്ന് ഞാൻ പത്രം വാങ്ങി ശക്തൻ സ്റ്റാൻഡിലും ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലും എല്ലാ രോഗികളെയും സന്ദർശിച്ച് ഞാൻ അവിടെ കൊടുക്കുമായിരുന്നു. പിന്നെ ശക്തൻ സ്റ്റാൻഡിലൊക്കെ കൊടുക്കുമായിരുന്നു. കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞാൻ ജോലി സ്ഥലത്ത് വെച്ച് അവിടെ നിൽക്കുന്ന വീട്ടിൽ ചാവക്കാടായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ വെച്ച് അവിടുത്തെ മേഡത്തിൻ്റെയും സാറിൻ്റെയും അനുഗ്രഹത്താൽ ഞാൻ കുറേ ഭക്ഷണം ഉണ്ടാക്കി, പൊതിച്ചോറുണ്ടാക്കി ഞാൻ ശക്തൻ സ്റ്റാൻഡിലും അവിടുത്തെ ചാവക്കാട് സ്റ്റാൻഡിലും കുറേ പാവങ്ങൾക്ക് ഞാൻ കൊണ്ടു കൊടുത്തിരുന്നു. മോളുടെ അഡ്മിഷൻ നേഴ്സിംഗ് പഠിക്കാനായി അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. കുറേ കാലമായിട്ട് 1 വർഷമായിട്ട് ഞങ്ങൾ ഓരോ സ്കൂളുകളും കോളേജുകളും ഞങ്ങൾ തപ്പി നടന്നിരുന്നു. അതിന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ബാംഗ്ലൂർ ന്യൂർ കോളേജിലാണ് അവൾക്ക് അഡ്മിഷൻ കിട്ടിയത്. അവൾക്ക് പഠിക്കാനായിട്ട് ഒരു സ്പോൺസറുമുണ്ട്. അവരുടെ കാരുണ്യം കൊണ്ടാണ് അവൾ പഠിച്ചുകൊണ്ട് വരുന്നത്. ഇപ്പോൾ അവൾ നഴ്സിംഗ് 2nd ഇയറാണ് പഠിക്കുന്നത്. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അമ്മേ, ഈശോയെ, മാതാവേ,